അങ്ങനെ മാഷ് ചോദിച്ചു, നീ മദ്രാസിൽ വന്നിട്ടുണ്ടോടാ? ആ, അടുത്ത ആഴ്ച മദ്രാസിൽ പോകണം. അവിടെ ചെല്ലുമ്പോൾ രാജാസാറിന് ഉൾപ്പെടെയുള്ളവർ എല്ലാവരും വരും. ഞാൻ പറഞ്ഞു, മാഷെ ഞാൻ ഇറങ്ങുകയാണ്. പുലരിത്തു തുള്ളിയിൽ ആർക്കോ തോന്നിയിട്ടുള്ള ഉപബുദ്ധിയാകാം. അപ്പം എന്നെക്കുറിച്ച് എന്താ അപഖ്യാതി പറഞ്ഞു. അപ്പം ചെന്നപ്പോൾ തന്നെ മാഷിനൊരു രൂപം മാറ്റമുണ്ട്. അവിടെയാണ് മാഷിൻ്റെ അടുത്തുള്ള എനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസം എനിക്കുള്ളത്. ഞാൻ പറഞ്ഞു, നാളെ എപ്പോഴും വരണം? ഞാൻ എന്നെ വിളിക്കാം, അപ്പോഴും വന്നാൽ മതി. ഞാൻ സീരിയലാദ്യമായി പ്രൊഡ്യൂസ് ചെയ്തു. തിരുവനന്തപുരം ദൂരദർശന് വേണ്ടിയിട്ട് സ്മൃതികൾ എന്ന് പറഞ്ഞ 13 എപ്പിസോഡ്സ്. ഞാൻ കാസറ്റ് കൊടുത്തു. എനിക്ക് ഈ വഴി കൂടെ മാഷിനെ ഫ്രണ്ടിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. ഞാൻ മാഷിനെ കണ്ടിട്ട് കാണാതെ പോകാൻ പറ്റുള്ളൂ. നിനക്ക് എന്നെ ഒന്നും വേണ്ടേ എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല സൗഹൃദങ്ങൾ മാഷുമായിട്ട് ഉണ്ടായതിന് ശേഷം ആണ് മാഷ് എൻ്റെ അടുത്തൊരു ദിവസം. അപ്പം ഞാൻ ചില സ്ഥലത്ത് പ്രോഗ്രാമിലേക്ക് വിളിക്കും. ഞാൻ ചിലപ്പോൾ പറഞ്ഞു, നാളെ നീ വരണ്ട, മറ്റന്നാൾ വരണം. അപ്പോൾ ചിലപ്പോൾ രാവിലെ ചെല്ലും, ചിലപ്പോൾ ഉച്ചയ്ക്ക് ചെന്നാൽ കുറേ നേരം സംസാരിക്കും. ഒരുപാട് സംഗീതത്തെക്കുറിച്ച് സംസാരിക്കും. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. ഈ പറയുന്നത് അന്നത്തെ നമ്മുടെ വിവരത്തിനനുസരിച്ചിട്ട് അത്രയൊന്നും ഗ്രാസ്പ് ചെയ്യാനുള്ള പവറില്ല. പറയുന്നത് വലിയ കാര്യമാണ്. പിൽക്കാലത്താണത് എന്താണെന്ന് മനസ്സിലായത്. സംഗീതത്തിനെ കുറിച്ച് മാഷ് പറഞ്ഞത് എന്താണെന്നുള്ളത് പിൽക്കാലത്താണ് മനസ്സിലായത്. അതൊക്കെ എവിടെയോ നമ്മുടെ പോക്കറ്റ്സിൽ കിടന്നത് കൊണ്ടാണ് നമുക്കത് റിക്കളക്ട് ചെയ്ത് വന്നപ്പോൾ നമുക്കത് മനസ്സിലായത് ഇതാണ് പറഞ്ഞു വന്നതെന്നുള്ളത്. അങ്ങനെ മാഷ് ചോദിച്ചു, നീ മദ്രാസിൽ വന്നിട്ടുണ്ടോടാ? ഞാൻ പറഞ്ഞില്ല. ആ, അടുത്ത ആഴ്ച മദ്രാസിൽ പോകണം. എനിക്ക് ഇതുപോലത്തെ ഒരു സന്തോഷമില്ല. കാരണം മദ്രാസിൽ പോയാൽ കുറേ നാളായിട്ട് മദ്രാസിൽ നിന്ന് വിട്ടു നിൽക്കുകയല്ലേ. അവിടെ ചെല്ലുമ്പോൾ രാജാസാറിന് ഉൾപ്പെടെയുള്ളവർ എല്ലാവരും വരും. അപ്പോൾ പറയും, ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു കേട്ടോ. പറയും, ഇപ്പം ഇവനാണ് എൻ്റെ അവിടെയൊക്കെ തബലയൊക്കെ വായിക്കുന്നതാണ് പറയുന്നത്, ഇവനാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും. എനിക്കത് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പോകാൻ തുടങ്ങും. ആ സിനിമയാണ് ഉത്സവപ്പിറ്റേന്ന്. പുലരിത്തു മഞ്ഞൻ തുള്ളിയിൽ. ആ പാട്ട് വായിച്ചത് അവിടെയായിരുന്നു. ഞാൻ അതിന് പോയി തയ്യാറായി നിൽക്കുകയായിരുന്നു പോകാനായിട്ട്, മദ്രാസിൽ പോകാനായിട്ട്. അതിനിടയ്ക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് കുറേ മനുഷ്യ സഹജമായിട്ട് ചില കാര്യങ്ങളുണ്ട്. അസൂയ എന്ന് പറഞ്ഞു, ഒരുത്തൻ നന്നാവുന്ന ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ട്. അതെല്ലാ സർവ്വ രാഷ്ട്രീയത്തിലും ഉണ്ട്, സാഹിത്യത്തിലുണ്ട്, സംഗീതത്തിലുണ്ട്, മറ്റെല്ലാ മേഖലയുണ്ട്. ഈ മേഖലയിലുണ്ട്. അപ്പം ഞാൻ മാഷുമായി ഇങ്ങനെ നിൽക്കുന്നു കണ്ടപ്പോൾ ആർക്കോ തോന്നിയിട്ടുള്ള കുബുദ്ധിയാകാം. അപ്പം എന്നെക്കുറിച്ച് എന്തോ അപഖ്യാതി പറഞ്ഞു. മറ്റത് ഞാൻ എപ്പോൾ ചെന്നാലും നീ നാളെ വരണ്ട, മറ്റന്നാൾ, അല്ലെങ്കിൽ നാളെ പാടാ, രാവിലെ വൈകുന്നേരം പോവാം, നമുക്ക് ഇവിടെയൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കാന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് നേരത്തെ വിവരം കിട്ടി ശ്രീകുമാറിനെതിരെ അവിടെ ഒരു പണി കയറി എന്നുള്ളത്. അത് ഞാൻ മറ്റുള്ളവർ പറയുന്നതിൻ്റെ ആവശ്യമില്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ല. മാഷ് പറഞ്ഞാൽ പോരെ, മാഷ് പറയുമ്പോൾ അല്ലേ കേൾക്കാറ്. അപ്പം ചെന്നപ്പോൾ തന്നെ മാഷിനൊരു രൂപം മാറ്റം ഉണ്ടായി. അപ്പോഴേ എനിക്ക് മനസ്സിലായി പണി നന്നായിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരമൊക്കെ കറങ്ങി നിന്നപ്പോൾ വലിയ മുഖമില്ല, മുഖം തരുന്നില്ല. അത് നമുക്കൊരു ബുദ്ധിമുട്ട്. എനിക്ക് വ്യക്തിപരമായി അന്നും ഇന്നും അങ്ങനെ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം സ്പേസ് ഇല്ലാത്തടത്ത് ഞാൻ നിൽക്കാറില്ല. എനിക്കൊരു സ്പേസ് ഇല്ലെങ്കിൽ ഞാൻ പിന്നെ പോയി നിന്നൊരു കാര്യമൊന്നുമില്ല, അതാരായാലും. അങ്ങനെ മാഷ അങ്ങനെ മുഖം തരുന്നില്ല. ഞാൻ 1.5-2 മണിക്കൂറോളം നിന്നു, എന്നിട്ടും മിണ്ടുന്നില്ല. അപ്പോൾ ആരോ നല്ല രീതിയിൽ ഏഷണികർ. അവിടെയാണ് മാഷിൻ്റെ അടുത്തുള്ള എൻ്റെ ഇത്രയും സ്നേഹവും ബഹുമാനവും ആദരവും ഉള്ളപ്പോഴും എനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസം എനിക്കുള്ളത് അവിടെയാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ സംസാരിച്ച് വേറെ അടുത്തൊക്കെ എന്തെങ്കിലും സംസാരിച്ചു. അപ്പോൾ ഒന്നും പറഞ്ഞു, ഞാൻ വന്നപ്പോഴൊന്നും മുഖം തരുന്നില്ല. അപ്പം ഞാൻ പോയിട്ട് വരാം, അപ്പോൾ ഒരു ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും മാറുന്നെങ്കിലും എന്ന് ചോദിച്ചു. ഞാൻ കയറി, ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങുന്നു മാഷെ. അപ്പോൾ ഞാൻ ഇറങ്ങിയാണ്. ഞാൻ പറഞ്ഞു നാളെ എപ്പോഴും വരണം? ഞാൻ എന്നെ വിളിക്കാം, അപ്പോഴും വന്നാൽ മതി. അപ്പം ഞാൻ അന്നും എനിക്ക് സ്വഭാവമുണ്ട്, ഇന്നും എനിക്ക് ആ സ്വഭാവം. ഞാൻ പറഞ്ഞു ശരി, അങ്ങനെയാണെങ്കിൽ പിന്നെ വിളിച്ചിട്ട് മതി. ഞാൻ മറ്റത് തബല ഒരു വലിയ സെറ്റ് അവിടെ ഇരിപ്പുണ്ട്. എപ്പോഴാണെങ്കിലും ഞാൻ അകത്ത് പോയി എൻ്റെ ഫുൾ തബല എടുത്ത് ഓട്ടോറിക്ഷ വിളിച്ച് ഞാൻ പറഞ്ഞു മാഷെ ഞാൻ ഇറങ്ങിയാണ്. ശരിയാണ്. അന്ന് ഇറങ്ങിയത് പിന്നെ പോയില്ല, എന്നെ വിളിച്ചിട്ടില്ല. ശേഷം 89, 89, 90, 89 ഞാൻ സീരിയൽ ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്തു. തിരുവനന്തപുരം ദൂരദർശന് വേണ്ടിയിട്ട് സ്മൃതികൾ എന്ന് പറഞ്ഞ 13 എപ്പിസോഡ്സ്. അതിൻ്റെ പൈലറ്റ് എപ്പിസോഡ് അപ്രൂവലിനായിട്ട് ദൂരദർശനിൽ കൊടുത്ത് CFPയിൽ നിൽക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളത്ത് ദേവരാമ മാഷ ഫ്രണ്ട് ഇരുമുണ്ടെന്ന് അന്നൊരു പാട്ട് റെക്കോർഡ് ചെയ്യാൻ വന്നു. ആ വഴിയേ പോകാൻ പറ്റും എനിക്ക്.
ദൂരദർശൻ്റെ സ്റ്റുഡിയോ അകത്തിരിക്കുകയാണ്. അവിടെയാണ് സെൻട്രൽ ഫിലിം പൂൾ, CFP എന്ന് പറഞ്ഞത്. അവിടെയാണ് നമ്മൾ കൊടുക്കുന്ന കാസറ്റ്സ് ഇരിക്കുന്നത്. ഞാൻ കാസറ്റ് കൊടുത്തു. എനിക്ക് ഈ വഴി കൂടെ മാഷിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. ഞാൻ മാഷിനെ കണ്ടിട്ട് കാണാതെ പോകാൻ പറ്റുമോ? ഒന്ന്, അവിടെ എല്ലാവും മറ്റ് ആർട്ടിസ്റ്റിലിരിപ്പുണ്ട്. ഞാൻ ഇതുവഴി വരുമ്പോൾ കാണാതെ പോയാൽ അതൊരു ഗുരു തന്നെയാണ്. ഞാൻ കണ്ടു, ഞാൻ പോയി മാഷയെ പഠിക്കുമ്പോൾ എന്നെ നോക്കിയിട്ട് മറ്റു രീതിയിൽ സംസാരിച്ചാൽ ഞാൻ ചാണകവെള്ളത്തിൽ വീണതിനെ തുല്യമായിപ്പോവും. ഞാൻ കുറേ നേരം ഇങ്ങനെ നിന്ന് എന്ത് ചെയ്യും, പോണോ പോയില്ലേ, മിണ്ടിയിട്ട് പോകാമെന്നുള്ളു. അങ്ങനെ ഞാൻ നടന്നു. അതാണ് മാഷ അങ്ങനെ കസേര ഇരിക്കുകയാണ് വെളിയിൽ ദൂരദർശനിൽ കയറുമ്പോൾ. ഞാൻ ഓടിച്ചെന്ന് കാലത്തൊട്ട് തൊഴുതിട്ട് ശ്രീരാമൻ്റെ അടുത്ത് ഹനുമായിരിക്കും പോലെ താഴെ പോയിരുന്നു. ഞാൻ പറഞ്ഞു, മാഷേ ഞാൻ അപ്പോൾ ദേഷ്യമൊന്നുമില്ലായിരുന്നു. നീ എന്താടാ ഇവിടെ? ഞാൻ പറഞ്ഞു, ഞാനൊരു ദൂരദർശനിൽ സീരിയൽ പ്രൊഡ്യൂസറിൻ്റെ പൈലറ്റ് എപ്പിസോഡ് എപ്പോഴും ചെയ്യാനായിട്ട് വന്നതാണ്. നിനക്ക് എന്നെ ഒന്നും വേണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചെറിയൊരു സെറ്റപ്പാണ്, ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ മിണ്ടാതിരുന്നു. അന്ന് കണ്ടതാണ്. മാഷ, അയ്യോ മാഷ കിടക്കുകയാണ് ഇപ്പം കാണാൻ. ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞു. നമ്മൾ ചെന്നപ്പോൾ മാഷ ഇങ്ങനെ ഷീറ്റിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതൊരു വല്ലാത്തൊരു വേദനാജനകമായിട്ടുള്ളൊരു, ഞാൻ കുറേ നേരം ഇന്നപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. അല്ലാതെ കിടക്കലൊരു വലിയ മനുഷ്യനാണെന്ന്. ഞാൻ പതുക്കെ കാലിൽ പോയി തൊട്ട് കണ്ണിൽ വെച്ചു. കാലിൽ തൊട്ടതും സെൻസായിട്ട് കണ്ണു വന്നു. കല്ലറ ഗോപനെ ദേവരാമാഷിനെ പരിചയപ്പെടുത്തിക്കുന്നത് എൻ്റെ അനിയനാണ്. ഈ മഴയെ തന്ന ഒരു മഴ സമയം, ഈ മഴയത്ത് ഞാൻ അങ്ങ് മഴയുടെ കൂടെ പോകുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതൊരു വലിയ വിഷമമുണ്ടായി. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ